ഓരോ ദിവസം കഴിയുമ്പോഴും ഒരു യുദ്ധം കഴിഞ്ഞ പ്രതീതിയാണ്. എവിടെയല്ല വേദനയുടെ ദൈവമേ. അമേരിക്കയാണ് പോലും, അമേരിക്ക. ആ നാട്ടും പുറത്തോടെ എന്തോരം സന്തോഷവാനായിട്ട് ഓടിച്ചാടി നടന്ന മനുഷ്യനാ ഞാൻ. എന്റെ ഒരു അവസ്ഥയെ. നാളെ ഇന്ത്യൻ സ്റ്റോറിൽ ഫ്രഷ് മീൻ വരുന്ന ദിവസമാ. രാവിലെ തന്നെ പോയി മേടിക്കണം കേട്ടോ. ഇതാ സുമാര സാറോ? ഒരുപാട് നാളായല്ലോ സാറെ കണ്ടിട്ട്. ഇവിടെ ഇല്ലായിരുന്നോ? എടോ, ഞാൻ 2 മാസമായിട്ട് നാട്ടിൽ പോയിരിക്കായിരുന്നു. പിള്ളേർക്ക് പറ്റിയ സ്കൂളൊക്കെ ഒന്ന് നോക്കി വെക്കാനായിട്ട്. എത്ര കാലമായിട്ടും നമ്മൾ ഈ അമേരിക്കയിൽ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നു. ഇനിയുള്ള കാലം നാട്ടിൽ പോയി ജീവിക്കാമെന്ന എന്റെ ഒരു തീരുമാനം. പക്ഷെ സാറേ, ഈ പറയുന്നത്ര എളുപ്പമൊന്നുമല്ല നാട്ടിലെ രീതി. അവിടെ ഭയങ്കര ചെലവാ. ഒരു പ്രാവശ്യം നാട്ടിൽ പോയി വെക്കേഷൻ കഴിഞ്ഞ് തിരിഞ്ഞു വരുമ്പോഴേ നമ്മുടെ ബാങ്ക് ബാലൻസ് ഉണങ്ങി മരച്ചിരിക്കും. എടോ ജോർജെ, സെറ്റിലാകുന്നതും അവധിക്ക് പോകുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. താനൊന്ന് കണക്ക് കൂട്ടി നോക്കി. $100,000 നമ്മൾ ബാങ്കിലിട്ടാല് 35,000 രൂപ മാസം പലിശ കിട്ടും. 2 ജോലിക്കാർക്ക് ഒരു ഡ്രൈവർക്കും കൂടെ കൂടിയാൽ 7,000 രൂപ ശമ്പളം. പിന്നെ 28,000 രൂപ ബാക്കിയാ. നമ്മുടെ ചെലവിനും പിള്ളേരുടെ സ്കൂളിനൊക്കെ കൂടി ഇത് ധാരാളമാണോ? എടോ, ഞാൻ ഏതായാലും തീരുമാനിച്ചു. $100,000 എന്ന് എന്റെ അക്കൗണ്ടിൽ വരുന്നു അന്ന് ഞാൻ പറന്നിരിക്കും. ഉള്ളത് പറയാമല്ലോ സാറേ. നാട്ടിലായിരുന്നു ഇപ്പൊ എന്റെ ജീവിതത്തിൽ ആകെ ഒരൊറ്റ ടെൻഷനുള്ളൂ. ബാത്റൂമിൽ പോകുന്നതിന് മുമ്പ് രാവിലെ പത്രം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. എത്ര നേരമായി നോക്കിയിരിക്കുന്നു? അല്ല, ഇപ്പൊ ഞാൻ ഓടിയും വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. നീ പരിപാടി കഴിയാതെ ഇനി ഇവിടെ നെടിയേക്കല്ലോ. വല്ലാത്ത തണുപ്പായി കൊല്ലം. Daddy, don't forget, ഇന്ന് എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. 10 മണിക്ക് മുമ്പ് പോയില്ലെങ്കിൽ ടീച്ചറിന് വഴക്ക്. ഓ, ഇച്ചിരി താമസിച്ചാ കണ്ടിരിക്കണം. Yeah, today's Saturday, Dad. I have music class today. ഓ, നീ ഇപ്പൊ പാട്ട് പഠിച്ച് യേശുദാസ് ആകാൻ പോവാ. അവിടെ ഇരി കൊണ്ടാ. നീന്റെ നാട്ടിൽ ചെന്ന് കുളിച്ചിട്ട് വരട്ടെ. എന്റെ റിൻസി, എന്തൊരു ജീവിതടി നമ്മുടെ ജീവിതത്തിൽ എന്നാ ഒരു കുഴപ്പം? ടെൻഷൻ ഇല്ലാത്ത ഒരൊറ്റ ദിവസം നീ എന്റെ ലൈഫിൽ കണ്ടിട്ടുണ്ടോ? ജോലിയിലാണ് 100 കൂട്ടം പ്രശ്നം. പിന്നെ ഈ പിള്ളേരുടെ കാര്യം. ഒരു ദിവസം അവധി കിട്ടിയാലോ ഒന്ന് വീട്ടിലിരിക്കാൻ പറ്റുമോ? അന്നും ഉണ്ടാവും 100 കൂട്ടം പ്രശ്നങ്ങൾ. നമുക്കിതെല്ലാം വിറ്റുപിറക്കി നാട്ടിലേക്ക് എങ്ങനെ പോയാലോ? എടി, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ, ഇപ്പൊ വിറ്റാ ഈ വീടിന് ന്യായമായ വില കിട്ടും. ശകലം കഴിഞ്ഞാൽ അതുകൂടെ കിട്ടിയെന്ന് വരികയല്ല. ഇതും കൊണ്ട് നാട്ടിൽ പോയി കൊള്ളാവുന്ന ഒരു ഏരിയയില് നല്ലൊരു വീടും പണിത് ഇനിയുള്ള കാലം നമുക്ക് സന്തോഷമായിട്ട് അവിടെയെങ്ങാനും ജീവിക്കാം. നീ എന്ത് പറയുന്നു? എന്റെ അച്ചായോ, നടക്കുന്ന കാര്യമെല്ലാം പറ. നാട്ടിൽ അവധിക്ക് പോകാനും ആൾക്കാരെ കാണാനും ഒക്കെ സന്തോഷം. പക്ഷെ ഒരു സ്ഥിര താമസം എന്നൊക്കെ പറയുന്നത് പിള്ളേർക്കാണെങ്കിൽ അവിടുത്തെ വീടും സൗകര്യങ്ങളും ഒന്നും ഇഷ്ടമല്ല. ഇപ്രാവശ്യം തന്നെ പോയിട്ട് തിരിച്ചു വന്നേക്കുന്ന ഇനി മേലാൽ അങ്ങോട്ടില്ലെന്നും പറഞ്ഞ പിള്ളേരെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നിനക്ക് സമ്മതാണോ എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാ മതി. Daddy, എന്തിനാ എപ്പോഴും നാട്ടിൽ പോകണം പറയണേ? We're not gonna go back to India. Dad, we were born here in America, not India. Why do you always say we have to live in Canada? പിന്നെ ഒരു സായിപ്പിന്റെ കുഞ്ഞു വന്നേക്കണു. നിന്റെ ഡാഡിയും മമ്മി അമേരിക്ക വന്ന് ഇവിടെ സെറ്റിൽ ആയതുകൊണ്ട് നീ ഇവിടെ ജനിച്ചു. ഇല്ലെങ്കിൽ നീ ആ അയ്മനത്ത് ജനിച്ചേനെ. എന്നിട്ട് വള്ളിക്കാക്കിയിട്ട് ആ കവലക്കട നടന്നേനെ. അച്ചായോ, എന്തെല്ലാം പ്രശ്നങ്ങളാ നാട്ടിലുള്ളത്. കറണ്ട് കെട്ട് സഹിക്കാമെന്ന് വെച്ചാല് കൊതുകടി സഹിക്കാമെന്ന് വെച്ചാലോ ചിക്കൻ കുനിയ. അതെല്ലാം പോട്ടെ, ഒരു അത്യാവശ്യത്തിന് വെളിയിലോട്ട് ഇറങ്ങണമെന്ന് വെച്ചാൽ അന്ന് ഹർത്താലും ബന്ധു. പിന്നെ നിന്റെ വർത്താനം കേട്ടാ നീ 10ാം ക്ലാസ് വരെ പഠിച്ചതും വളർന്നതില്ല അമേരിക്കയിലാന്ന് തോന്നുന്നു അല്ലേ? എടി, നമുക്ക് പരമാനന്ദം ലഭിക്കുന്നത് മനസ്സിന് സന്തോഷമുള്ളപ്പോഴാന്ന് പള്ളിയിൽ അച്ഛൻ കഴിഞ്ഞ ആഴ്ച കുർബാനയ്ക്കിടക്ക് പ്രസംഗിച്ച് നീ കേട്ടിട്ടില്ലേ? അതെ, എനിക്കിപ്പോ പരമാനന്ദം ലഭിക്കുന്നത് ഈ സീരിയല് കാണുമ്പോഴാ കേട്ടോ. നല്ല കഥ. 2 ഭാര്യ 1 ഭർത്താവ്. കാണു. Sea Mountain Builders. Our team build your dream. മുതലാളി ഏതായാലും മോഹൻലാലിനെ കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കണ ഫോട്ടോയൊക്കെ ഉണ്ട്. Hello, Sea Mountain Developers.
Ken Kanyikul speaking. This is George Tekumotil. I want to know, make a house in India. You want appointment? ഓ, ഇവിടെ അപ്പോയിന്റ്മെന്റ് ഇല്ലാത്ത ഒരു പരിപാടിയില്ലേ? അല്ല, ഈ ആഴ്ച എപ്പോഴെങ്കിലും. ഈ ആഴ്ച ആകെ ബിസിയാണല്ലോ. 11 അപ്പോയിന്റ്മെന്റുകളാ എന്റെ കലണ്ടറിൽ. ഞാനാണ് കമ്പനിയുടെ അമേരിക്കയിലെ ഒരേ ഒരു ഏജന്റും. അല്ല, ബിസി ആണെങ്കിൽ വേണ്ട, പിന്നെ എപ്പോഴെങ്കിലും മതിയോ? കുഴപ്പമില്ല. വെക്കല്ലേ 1 മിനിറ്റ് നോക്കിക്കോട്ടെ. ഒരു സ്ലോട്ട് അവൈലബിൾ ആ. അല്ലാതെ എപ്പോഴാന്ന് പറയാമെങ്കില് ഈ ആഴ്ച വല്ല. ഞാൻ ഇപ്പൊ തന്നെ അങ്ങ് വരാം. ചേട്ടൻ അഡ്രസ് ഇങ്ങനെ പറഞ്ഞാട്ടെ. ഹലോ, ഐ എം കെൻ കഞ്ഞിക്കുഴി. ഐ എം ജോർജ് തേക്കുംപൊട്ടി. Glad to meet you. ചെറിയ വീടൊക്കെ കേട്ടോ. വെരി സ്മോൾ ഹൗസ്. ശരി. ചേട്ടൻ ഈ വീട്ടിൽ താമസിക്കേണ്ട ആളൊന്നുമല്ല. ഞങ്ങൾ നാട്ടിൽ പണിയുന്ന വീടുകളുണ്ടല്ലോ, എല്ലാവർക്കും എപ്പോഴും സെൽഫോൺ വേണം. അല്ലെങ്കിലേ മിസ്സിംഗ് ആയിപ്പോ മിസ്സിംഗ്. അത്രയും വലിയ വീടുകളൊക്കെയാണോ ഇപ്പൊ നാട്ടിൽ പണിയണേ? ദൈവമേ. പിന്നെ അത് പോട്ടെ, നമ്മളെ ഇതിനു മുമ്പ് ഇവിടെയും കണ്ടിട്ടില്ലല്ലോ. ഈയിടെ എങ്ങാനും വന്നോളോ നാട്ടിൽ നിന്ന്? സീ മൗണ്ടൻ ഡെവലപ്പേഴ്സ് കേട്ടിട്ടുണ്ടോ? അതിൽ അമേരിക്കയിലെ ഒരേ ഒരു ഏജന്റ് ഞാൻ. ഈ സീ മൗണ്ടൻ എന്ന് പറയുമ്പോ ഈ ബെയർ മൗണ്ടന്റെ അടുത്തെങ്ങാനാണോ? അതോ അതൊക്കെ ഞങ്ങളുടെ സിസ്റ്റർ കമ്പനീസ് ആണ്. എന്റെ പൊന്ന് കന്നെ, ഉള്ളത് പറയാമല്ലോ. ഈ നാട്ടിൽ വന്ന കാലം മുതലുള്ള ഒരു ആഗ്രഹം, എന്നെങ്കിലും ഒരിക്കൽ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചുപോയി നാട്ടിൻപുറത്ത് എവിടെയെങ്കിലും കൊള്ളാവുന്ന ഏരിയയിൽ ഒരു വീടും പണിത് ഒന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കണമെന്ന്. അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കാനാ സത്യത്തിൽ തന്നെ വിളിച്ചത്. ഒരു 2 ദിവസം മുമ്പ് വിളിക്കാൻ വയ്യായിരുന്നു. ഈ കഴിഞ്ഞ ആഴ്ചയിലല്ലേ 7 പ്ലോട്ടുകൾ കച്ചവടമായി പോയത്. 7 പ്ലോട്ട് ഒരു ദിവസം? അത് നിസ്സാര വിലക്ക്. ഇനി ഒരു 1/2 ഏക്കർ പ്ലോട്ട് മാത്രം ബാക്കി, അത് മീനച്ചിലാറിന് തീരത്ത്. മീനച്ചിലാറിന്റെ തീരെന്ന് കേൾക്കുമ്പോ തന്നെ ഒരു കുളിർമയാണ്. എന്റെ കുട്ടിക്കാലത്ത് എന്തുമാത്രം ചൂണ്ടയിട്ടിട്ടുണ്ടെന്ന് അറിയാവോ ആ ഇല്ലിമുളയുടെയൊക്കെ ഇടയ്ക്കിരുന്ന്. അതിന്റെ സമീപത്ത് ഒരു വീടൊക്കെ പണിയാന്ന് പറഞ്ഞാ അതൊരു ഭാഗ്യ. അല്ല, എന്നെ വിലയാവും അവിടെയൊക്കെ ഒരു പ്ലോട്ടിന്? ആ സ്ഥലവും വീടും എല്ലാം കൂടി വെറും 50 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ അഡ്വാൻസ്. 2 വർഷം കൊണ്ട് കൊടുത്തു തീർത്താൽ മതി ബാക്കി. പിന്നെ ചേട്ടനെ എനിക്ക് ഇഷ്ടമായത് കൊണ്ട് വിലയിൽ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ എന്റെ പാർട്ട്ണറോട് ഞാൻ പറയാം. അങ്ങനെ പറയണം, അത്രയൊന്നും ഇല്ലേ? ഇതാ എന്റെ ബിസിനസ് കാർഡ്. എപ്പോ തീരുമാനമെടുത്തോ അപ്പൊ വിളിക്കണം, പക്ഷെ ഉടനെ വേണം കേട്ടോ. ഇല്ലില്ല, മൂപ്പിലാത്തിയായിട്ടൊന്ന് ആലോചിച്ചിട്ട് ഞാൻ ഉടനെ തന്നെ വിളിച്ചേക്കാം. ഇനി പോക്കുവാണ് നമുക്ക് പെട്ടെന്ന് തന്നെ കച്ചവടം ചെയ്തേക്കാം. ഇല്ല, വല്ലതും കൊണ്ടുപോയെങ്കിലോ? ഇടി, ഇതൊക്കെ ചെയ്യാൻ നേരത്തെ എന്നെ അങ്ങോട്ട് വിളിക്കാൻ പറ്റാഞ്ഞോ? ഞാൻ നിങ്ങൾ കൂടിയല്ലായിരുന്നോ? ഈയിടെയായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, നിന്റെ മുഖത്തൊരു വിളർച്ചയുണ്ട്. അതെങ്ങനെ, എന്നും നൈറ്റ് ഡ്യൂട്ടി അല്ലേ? പിന്നെ പിള്ളേരുടെ കാര്യം, ഈ നൈറ്റ് ഡ്യൂട്ടി ചെയ്താൽ തന്നെ മനുഷ്യന്റെ ഐശ്വര്യം പോകും. കുക്കിങ്, ക്ലീനിങ് എല്ലാം കൊണ്ട് നീ ഒത്തിരി വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതൊക്കെ പറഞ്ഞ അച്ഛനും വല്ലതും മനസ്സിലാവുമോ? ഞാൻ എന്ത് ചെയ്താലും ഒന്നും പോരല്ലോ. നിന്റെ കഷ്ടപ്പാടുകളൊക്കെ ഞാൻ കാണുന്നില്ലെന്നാണോ നീ ഓർത്തത്? കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് നിന്നെ കാണാൻ എന്ത് സുന്ദരിയായിരുന്നു. മഞ്ഞളും രക്തചന്ദനും ഒക്കെ അരച്ചല്ലേ നിന്റെ മമ്മി നിന്റെ മുഖത്ത് തേച്ചോണ്ടിരുന്നത്. അല്ല, അതിന്റെ ആ ഐശ്വര്യം ഇന്നും കാണാനുണ്ട് കേട്ടോ. അത് ശരിയാ. ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോഴും എന്റെ അമ്മ അത് തന്നെ പറഞ്ഞു. ആ കാര്യത്തില് നാട് തന്നെ നല്ലത്. ഇവിടുത്തെ പേസ്റ്റും ക്രീമും ഒക്കെ പരട്ടിയിട്ട് എന്താ കാര്യം? അതാ ഞാൻ പറഞ്ഞത്, ഇതിനൊക്കെ പറ്റിയ സ്ഥലം നാടാന്ന്. നാട്ടിലാകുമ്പോ നമ്മുടെ ബന്ധുക്കള്, മിത്രങ്ങള് എന്തോ ഒരു സഹായവും സന്തോഷവും ആടി അവിടെ. അതാ ചുറ്റിക്കളി കണ്ടപ്പോഴേ എനിക്ക് തോന്നി. അകത്തെ പണിക്കും പുറത്തെ പണിക്കുമായിട്ട് നമുക്ക് ഓരോരുത്തരും അങ്ങ് വെക്കാം. അതുകൊണ്ട് തന്നെ നിനക്ക് അടുക്കളയിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട വരുന്നില്ല. പിന്നെ ഒരു ഡ്രൈവറോട് പറഞ്ഞാൽ നിനക്ക് ഇപ്പൊ എവിടെ വേണമെങ്കിലും പുള്ളി കൊണ്ടുപോകുള്ളൂ. കല്യാൺ സിൽക്ക് ഹൗസിലോ അതോ ജയലക്ഷ്മിയിലോ എവിടെയാ പോകണ്ടേ, അതിനുള്ള സൗകര്യം ഉണ്ടല്ലോ. ഒരു ബ്യൂട്ടി പാർലറിൽ ഒരു ദിവസം മുഴുവൻ പോയിരുന്നാലും 1000-2000 രൂപ ചെലവാകുള്ളൂ. നിനക്കറിയാവോ? അല്ല, എന്റെ കാര്യം അവിടെ നിക്കട്ടെ, പിള്ളേരുടെ കാര്യമോ? അവർക്ക് അവിടെ ഫ്രണ്ട്സ് ഇല്ലെന്നുള്ളതല്ലേ അവരുടെ ഏറ്റവും വലിയ കംപ്ലൈന്റ്. എടി, അത് 1-2 ആഴ്ച നാട്ടിൽ വെക്കേഷൻ പോയാൽ പിള്ളേർ അത് പറയാതിരിക്കുവോ? അതുപോലെയല്ല സ്ഥിരതാമസത്തിന് പോകുമ്പോ നാട്ടിൽ നല്ല മിടുക്കന്മാർ ഒന്നാന്തരം പിള്ളേരുണ്ട്. കൂട്ടൊക്കെ അവര് കണ്ടുപിടിച്ചോളൂ. അതൊന്നും ഓർത്ത് നമ്മൾ വിഷമിക്കണ്ട. കൂട്ടൊക്കെ ആയി കഴിയുമ്പോ പിന്നെ അമേരിക്ക പോലും അവരങ്ങ് മറക്കും. നിനക്കറിയാവോ? അപ്പൊ താമസോ? തേക്കുംമൂട്ടി തറവാട്ടിലാണെങ്കിൽ ആകെ 3 മുറിയേ ഉള്ളൂ. അതിന് തേക്കുംമൂട്ടി തറവാട്ടിലേക്കാണോ നമ്മൾ പോണത്?
നമ്മൾ നമ്മുടെ സ്വന്തമായിട്ട് വീട്ടിലേക്കാ പോണത്. അതായത് ആറ്റ് തീരത്ത് മനോഹരമായ ഒരു പ്ലോട്ടൊക്കെ മേടിച്ച് ഒന്നാമതൊരു ഒരു വീടങ്ങ് പണിയാൻ പോവുക. ഈ പുതിയ വീടെന്നൊക്കെ പറഞ്ഞാല് ഒത്തിരി ചെലവല്ലേ? ഇനി അതിന്റെ പേരിൽ ഇനി ഞാൻ ഓവർ ടൈം ചെയ്താട്ടെ. ഓ, നീ ഇങ്ങനെ കടിച്ചു കീറാൻ വരട്ടെ. കാശൊന്നും ഉടനെ കൊടുക്കണ്ട. ഒരു 5 ലക്ഷം രൂപ ഇപ്പൊ കൊടുത്തൊരു എഗ്രിമെന്റ് ഉണ്ടാക്കുക. പിന്നെ 2 കൊല്ലം കണ്ടേ വീട് പണി തീരുള്ളൂ. തവണകളായിട്ട് ബാക്കി കൊടുത്താൽ മതി. പിന്നെ പോകാറാമത്തേനും നിന്റെ ജോലിയിൽ നിന്ന് കുറെ കാശ് കിട്ടുമെന്നല്ലേ നീ പണ്ട് പറഞ്ഞേ? 10 വർഷം പൂർത്തിയായാല് അതിങ്ങ മേടിക്കാം. നമുക്ക് ഒരു ജീവിതം വേണ്ടേടി. നീ എന്നും ഈ നൈറ്റ് ഡ്യൂട്ടിക്ക് പോവും, ഈ രോഗികളെ കണ്ട് ആ രീതിയിൽ വന്ന് കിടന്നുറങ്ങും. ഞാൻ ജോലി കഴിഞ്ഞ് വന്ന് നോക്കുമ്പം നീ എണീറ്റ് ആദ്യം എന്റെ നേരെ നോക്കണം, ഒരു രോഗിയെ നോക്കണമല്ല. അന്നത്തെ ദിവസം പോയി. സൗകര്യം മതി, ജീവിക്കണം മതി. എനിക്ക് നിർബന്ധമൊന്നുമില്ല. പുതിയ വീടൊക്കെ ആവുമ്പം കുഴപ്പമില്ലായിരിക്കും അല്ലേ? എടി, ഒരു കുഴപ്പമില്ല. നീ സന്തോഷത്തോടുകൂടി നോക്കേ പറ. ആ, ആലോചിക്കാം. ഐഡിയ ഒക്കെ കൊള്ളാം. പക്ഷെ ജോർജ്, നമ്മൾ എന്ത് കാര്യവും എടുത്തു ചാടി ചെയ്യുന്നതിന് മുമ്പ് തന്നെ പല ആംഗിളിൽ നിന്ന് ചിന്തിക്കണം. ഞാൻ ചോദിക്കട്ടെ, ജോർജിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലക്ഷ്യം, ഐ മീൻ യുവർ അംബിഷൻ ഇൻ ലൈഫ്? അപ്പൊ അങ്ങനെ ചോദിച്ചാ എന്റെ ഇനിയുള്ള അംബിഷൻ എന്ന് പറഞ്ഞാട്ടല്ലോ, നാട്ടിൽ പോവുക. ആ കുടുക്കപ്പാറ ഷാപ്പിലെ ഒരു കൂജ കള്ളി ഈ കയ്യിലും, അവിടുത്തെ തന്നെ ചെമ്മീൻ കറിയും കപ്പ ഒരു കയ്യിലും, അതുമായിട്ട് നമ്മുടെ ആ മീനച്ചിലാറിന്റെ വക്കത്ത് പോയിരുന്നു ഇച്ചിരി കുടിക്കുക, ഇച്ചിരി തൊട്ട് നക്കുക, ആ മാക്കാന്റെ ഇതിന്റെയൊക്കെ ഒച്ചയൊക്കെ ആയിട്ട് ആ സന്ധ്യാസമയത്ത് ഇങ്ങനെ ഇരിക്കുക. അതിപ്പോ ഒരു സന്തോഷം എവിടെ കിട്ടാനാ സാറേ? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ജീവിതത്തെ കുറച്ചുകൂടി ഉയർന്ന തലത്തിൽ ചിന്തിക്കണം. ഉദാഹരണത്തിന്, എന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ഡ്രീമാണ് നാനോ ഫിസിക്സിൽ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യാന്നുള്ളത്. എന്റെ സാറേ, സാറ് വിചാരിച്ച ചിലപ്പോ നാനേലോ ഫിലിം മാഗസിനിലോ അതും ഇതൊക്കെ എഴുതി കണ്ട സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിക്കാൻ പറ്റും. പിന്നെ എന്നാ ചെയ്യുന്നേ? ഞാനൊരു വേൾഡ് ടൂറിന് തിരിക്കും. ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി, ഓസ്ട്രേലിയ, അങ്ങനെ ലോകത്തെ വിവിധ സംസ്കാരങ്ങളും വിവിധ ജീവിത രീതികളും ഞാൻ മനസ്സിലാക്കും. അതിപ്പോ ഒരു എക്സ്പീരിയൻസ് വരെ എങ്ങനെ കിട്ടും നമുക്ക്? ഇതൊക്കെ ശരിയാ. ഈ നാടായ നാടൊക്കെ ചുറ്റിക്കറങ്ങി സർവ്വ സംസ്കാരവും പഠിച്ചെന്ന് കൂട്ടിക്കോ. ഇതൊക്കെ കഴിഞ്ഞു കഴിയുമ്പോ ഒരു നാടും ഇല്ല വരുമ്പോ സാർ എന്നാ ചെയ്യും? ലോകത്തെ വേണ്ടുവോളം മനസ്സിലാക്കി കഴിഞ്ഞ് അവസാനം ഞാൻ എന്റെ സ്വന്തം നാടായ വൈക്കത്ത് പോയി സെറ്റിലാവും. ഒരു ബോട്ടിൽ പിനോട്ട് നായരുമായി എന്റെ വൈകുന്നേരങ്ങളിൽ സൂര്യാസ്തമയം കണ്ടുകൊണ്ട് ഞാൻ അങ്ങനെ ഇരിക്കും. അങ്ങനെ പറ. അപ്പൊ സത്യത്തിൽ സാറിന്റെ എന്റെ ഉദ്ദേശമൊക്കെ ഒന്നു തന്നെയാ. സാർ ഒരു 10-20 കൊല്ലത്തിന് ശേഷം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ ഒരു 2-3 കൊല്ലത്തിനകം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അത്രേ ഉള്ളൂ. ഇവിടെ കുട്ടികളെ മലയാളം പഠിപ്പിക്കാൻ പറ്റിയ ബുക്കുകൾ വല്ലതുണ്ടോ? ഐ മീൻ ലൈക്ക് ഇപ്പൊ അതൊന്നും വലുതായിട്ട് ചെലവാകുന്നില്ല സാറേ. ഞാൻ നേരത്തെ കുറച്ച് വെച്ച് നോക്കിയത്. എടോ ജയിക്കപ്പേ, സുമാന സാർ, തന്റെ കുട്ടികളെ ഇവിടെ താമസിച്ചുകൊണ്ട് മലയാളം പഠിപ്പിക്കാമെന്ന് താൻ വിചാരിച്ചാൽ അത് തെറ്റി. നാട്ടിലേക്ക് മൂവ് ചെയ്യാന്ന് കേട്ടു, ഇതുവരെ മൂവ് ചെയ്തില്ല. എടോ, എല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിരുന്ന, പക്ഷെ ഫിനാൻസിന്റെ ഒരു ചെറിയ പ്രശ്നം. ഒരു $150,000 എന്ന് എന്റെ അക്കൗണ്ടിൽ ബാലൻസ് ആകുന്നു, അന്ന് ഞാൻ പറക്കും. താനൊന്ന് കണക്കൂട്ടി നോക്കി. 150,000 നമ്മൾ ബാങ്കിലിട്ടാല് 48,000 റുപ്പീസ് മാസം പലിശ കിട്ടും. 2 ജോലിക്കാര്, ദാറ്റ്സ് ട്രൂ. എനിക്കും നാട്ടിൽ പോയി സെറ്റിൽ അല്ലേ? വേണ്ട, ഈ ജീവിതം ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. പറഞ്ഞുതരാം. മക്കളെ, ഇനി വന്നേ ഡാഡി ഒരു സൂത്രം കാണിക്കാം. ഇവിടെ ഇവിടെ വാടാ ഇരിടാ. What is this, Daddy? ഇതല്ലേ നമ്മൾ പുതിയതായിട്ട് പണിയാൻ പോണ വീടിന്റെ പ്ലാൻ. തോമസിയേട്ടന്റെ മകനില്ലേടി ആ ഇളയറക്കൻ, ആർക്കിടെക്ട് പയ്യനൊക്കെ ഉണ്ട്. ഞാൻ ഇന്ന് രാവിലെ പോയിരുന്നു കുത്തി വരപ്പിച്ച. അവനാകുമ്പോ നമ്മളോട് കാശൊന്നും മേടിക്കുകയില്ല. ഈ അച്ചായന്റെ ഒരു കാര്യം, തലയിലിപ്പോ ഇത് മാത്രമേ ഉള്ളോ? എടി റിൻസി, ഈ കാര്യങ്ങളൊന്നും നമ്മൾ വെച്ച് താമസിക്കാൻ പാടില്ല. നാട്ടിലെ ആർക്കിടെക്ട് ആകുമ്പം അവനോട് നമ്മൾ ഇവിടെ ഇരുന്ന് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകില്ല. അതുകൊണ്ട് ഈ ചെറുക്കന്റെ അടുത്ത് ഇന്ന് രാവിലെ പോയിരുന്ന് പറഞ്ഞു കൊടുത്ത് വരപ്പിച്ചാ ഞാൻ. ഇനിയിപ്പോ ഇതിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഇപ്പൊ പറഞ്ഞു, പിന്നീട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല.
Daddy, where's the house gonna be? Yeah, we need a bigger house. Is it gonna be New Jersey or New York? ഇത് ജേഴ്സിയിലും ന്യൂയോർക്കിലും ഒന്നും അല്ല, നാട്ടില്. ഇൻ ദ സൈഡ് ഓഫ് എ ആർ, മീനച്ചിലാർ, ബിഗ് ഹൗസ്. Where? ഞാൻ പറഞ്ഞുതരാൻ കേട്ടോണം. അത്തായി കുഞ്ഞെ, ഇതാണ് നിന്റെ ബെഡ്റൂം. ഈ കണ്ടോ ഈ സാധനം കണ്ടില്ലേ? ഇതിന്റെ ഇപ്പുറം ഈ കാണുന്നത് ചക്കിമോളുടെ. ഇതിനിടയ്ക്കുള്ള ഈ സ്പേസ് ഉണ്ടല്ലോ നീണ്ട്, ഇതാണ് നിങ്ങളുടെ ഗെയിം റൂം. Oh, that's huge. Damn. സി, ഞാൻ പറഞ്ഞില്ലേ കൊച്ചിന് ഇഷ്ടപ്പെടുമെന്ന്. ഇങ്ങോട്ട് താന്ന് നോക്കിയേ, ഇവിടെ ഇങ്ങനെ ഒരു വലിയ റൂം കണ്ടില്ലേ? ഇതാണ് നമ്മുടെ ഹോം തിയേറ്റർ റൂം. ഇവിടെ ഇരുന്നാൽ നമുക്ക് സിനിമ കാണാം. കൊച്ചിന്റെ കൂട്ടുകാർക്കൊക്കെ വരുമ്പം ഇവിടെ ഇരുന്ന് കളിക്കുകയോ ചിരിക്കുകയോ ഒക്കെ ചെയ്യാം, സ്ലീപ്പ് ഓവർ ചെയ്യാം. നമുക്ക് സിനിമ കാണാൻ പുറത്തൊന്നും പോകണ്ട കേട്ടോ. ഇവിടെ ഈ പാവക്കൂണ് പോലെ ഒരെണ്ണം വരച്ചു വെച്ചിട്ടില്ലേ, അതാണ് നമ്മുടെ ഔട്ട് ഹൗസ്. ഇതിനകത്ത് ഒരു ഫുൾ ബാത്റൂം ഉണ്ട് കേട്ടോടി, ഫുൾ ബാത്റൂം. ഇവിടെ വല്ല പണിക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് ബാത്റൂമിൽ പോകാനും ഒക്കെ. പിന്നെ എനിക്ക് അവിടെ മതി. എനിക്ക് അവിടെ ആകുമ്പോൾ ഒന്ന് വിസ്തരിച്ച് കുളിക്കുകയൊക്കെ ചെയ്യാം. വീടിനകം അല്ലെങ്കിൽ നനയ്ക്കാൻ പിടിക്കാനൊന്നും ഞാനില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ബെഡ്റൂമിൽ ബാത്റൂം ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ കാണുന്നത് ഇത് കണ്ടോ, ആ പുഴയോട് ഫേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ബാൽക്കണി. ഈ ബാൽക്കണി കണ്ടോ? Daddy, isn't the balcony ഒരു ബക്കറ്റ് വെച്ചത്? അത് ബഗ്ഗൊന്നും അല്ല മാനെ, അതേ ഒരു ചാരുകസേരയാ. ഡാഡിക്ക് അത്താഴൂണൊക്കെ കഴിഞ്ഞ് ഈ പുഴയിലേക്ക് നോക്കി ഒന്നിരിക്കാൻ. അതെ, നിങ്ങളൊന്നും വന്നിരുന്നേക്കരുത്. ആ ഡാഡിക്ക് മാത്രമുള്ള, നിങ്ങൾക്കുള്ള ഊഞ്ഞാലൊക്കെ ഞാൻ വേറെ ഈ ഭാഗത്ത് പ്രത്യേകം അറേഞ്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത്തേലിരുന്ന് ആടാം കേട്ടോ. നീ ഏത് പുഴയുടെയും ഊഞ്ഞാലിന്റെയും കാര്യമാടാ ഈ പറയുന്നത്? കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. അപ്പച്ചൻ എന്തിനാ ഇപ്പൊ ഇങ്ങ് വന്നേ? എല്ലാം പൊളിഞ്ഞില്ലേ? എന്തോന്ന് പൊളിഞ്ഞെന്നാ ഈ പറയുന്നേ? അപ്പച്ചാ നിങ്ങൾ വാ. ഇതാണ് നമ്മൾ പുതുതായിട്ട് നാട്ടിൽ പണിയാൻ പോണ വീടിന്റെ പ്ലാൻ. ഒരു 2 വർഷം കഴിഞ്ഞ് വീടിന്റെ പണിയൊക്കെ തീരുമ്പോൾ നമ്മൾ എല്ലാരും കൂടി തിരിച്ച് നാട്ടിലേക്ക് പോവാ. അപ്പച്ചനോട് ഇത് പിന്നെ പറയാലോ ചിരിച്ചിരിക്കുവായിരുന്നു. നാട്ടിലേക്കോ? ഞാനങ്ങൂല്ല. ദൈവത്തിന്റെ കൃപ കൊണ്ട് നാട്ടിക്കടെ തേരാപാര പാടി നടന്ന നീ ഇവിടെ ഒന്ന് രക്ഷപ്പെട്ടു. ഇനി എങ്ങനെയെങ്കിലും നിന്റെ അമ്മയും ആ ചേട്ടനെയും മക്കളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. എപ്പ വിളിച്ചാലും അവര് ചോദിക്കും ടിക് ഫോൺ കിട്ടിയില്ല, ടിക് ഫോൺ കിട്ടിയില്ല എന്ന്. അതിന്റെ ഇടയ്ക്ക് അവന്റെ ഒരു നാട്ടിപ്പോക്ക്. എന്നാത്തിനാ? പഴയതുപോലെ അവിടെ നടന്ന് ചൂണ്ടയിടാനോ? അല്ല പിന്നെ.